മാരീസൻ എന്ന പുതിയ തമിഴ് സിനിമയിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ചില ചേഷ്ടകളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും കുറഞ്ഞത് മലയാളികളായിട്ടുള്ള ഓഡിയൻസിനെങ്കിലും സ്വല്പം പരിചിതമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ആ കഥാപാത്രം വളരെ എന്റർടൈനിങ് ആകുന്നുണ്ട്. കാരണം അയാൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി പ്രേക്ഷകനിൽ ഉണ്ടാകുന്നുണ്ട്. സിനിമയുടെ നടുവിൽ വരുന്ന ട്വിസ്റ്റും പടത്തിനെ സാമാന്യം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ തൊട്ട് എന്തെങ്കിലും രസകരമായത് ഇനി അങ്ങോട്ട് സംഭവിക്കും എന്നുള്ള നമ്മുടെ പ്രതീക്ഷ അവസാനിക്കുകയാണ്. ഒട്ടും പുതുമയോ എഴുത്തിന്റെ ബ്രില്യൻസോ ഒന്നുമില്ലാത്ത ഒരു റോഡ് മൂവിയുടെ മുഖം മൂടിയിട്ട വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ത്രില്ലറായിട്ട് മാറുകയാണ് മാരീസൻ. ദയാലൻ എന്ന ദയയാണ് നമ്മുടെ പ്രധാന കഥാപാത്രം. അയാൾ ഒരു കള്ളനാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ദിവസം തന്നെ അയാൾ അടുത്ത കലാപരിപാടിക്ക് വേണ്ടി ഒരു വീട് കണ്ടെത്തുന്നു. ആ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ വീട്ടിൽ പ്രായമുള്ള ഒരാളെ കാണുന്നത്. വേലായുധം പിള്ള എന്ന ആളാണ് അവിടെയുള്ളത്. അൾഷിമേഴ്സ് രോഗിയായിട്ടുള്ള അയാളെ അയാളുടെ മകൻ വീട്ടിൽ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. തന്നെ മോചിപ്പിച്ചാൽ പൈസ തരാമെന്ന് പിള്ള പറയുകയും പിള്ളയുടെ ബാങ്ക് അക്കൗണ്ടിൽ സാമാന്യം വലിയൊരു തുകയുണ്ട് എന്ന് ദയാലൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. മറവി രോഗമുള്ള ആളെ മുതലെടുത്ത് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന ദയയുടെ ശ്രമങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. സ്വല്പം അരഗൻസ് ഉള്ള ഫ്രോഡ് കഥാപാത്രങ്ങളെ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുമ്പോൾ അതിനൊരു വല്ലാത്ത സ്മൂത്ത്നെസ് ഉണ്ട്. പുള്ളി ആ കഥാപാത്രങ്ങളുടെ കഴിവ് സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും മോശക്കാരായ അത്തരം കഥാപാത്രങ്ങളുടെ ആരാധകരായി പോവാറുണ്ട് പ്രേക്ഷകർ. പിള്ളയെ പറ്റിക്കാൻ ദയാലൻ ശ്രമിക്കുന്നതും ചില പ്ലാനുകൾ അമ്പേ പാളിപ്പോകുമ്പോഴുള്ള എക്സ്പ്രഷനുകളെല്ലാം നമ്മളെ നല്ലപോലെ ചിരിപ്പിക്കുന്നുണ്ട്. സിനിമയുടെ ഒന്നാം പകുതി ദയാലൻ ഒരു മറവി രോഗക്കാരനായ പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഇന്റർവെല്ലിൽ നടക്കുന്ന ഒരു പ്രധാന റിവീലിംഗ് സ്വല്പം ജാറിംഗ് ആണെങ്കിലും അവിടെയും ഇനി കഥ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാൻ പ്രേക്ഷകനിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്. ഇനി അങ്ങോട്ട് പറയുന്നതിൽ ചെറുതായിട്ട് സ്പോയിലറുകൾ ഉണ്ടാകും. മാരീസന് പാളുന്നത് അതിൻ്റെ രണ്ടാം പകുതിയിലാണ് വടിവേലു അവതരിപ്പിക്കുന്ന കഥാപാത്രം ആരാണെന്നതും അയാൾ എന്തിനാണ് ചില എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ ചെയ്യുന്നത് എന്നതിനും ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. ഒന്നാം പകുതിയിലെ ഇയാളുടെ മറവി രോഗത്തിൻ്റെ ഒരു വ്യക്തതയില്ലായ്മ എന്തുകൊണ്ടാണ് എന്നത് അയാളുടെ പഴയ കഥ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും സിനിമ പിന്നീട് അങ്ങോട്ട് പോകുന്നത് നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള വിജിലാൻറ്റി ജസ്റ്റിസ് പരിപാടിയിലേക്കാണ്. ആ ഭാഗത്ത് സിനിമയുടെ എഴുത്ത് വളരെയധികം ഉഴപ്പിയതുപോലെ തോന്നി. രണ്ടാം പകുതിയിൽ പല സ്ഥലത്തും ഈ നന്മയുടെ ഒരു ആംഗിൾ കൊണ്ടുവരുന്നതെല്ലാം വളരെ കല്ലുകടിയായിട്ട് തോന്നി. ഒന്നാം പകുതിയുടെ ഫൺ സ്വഭാവം കാരണം രണ്ടാം പകുതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ത്രില്ലിംഗ് ആയിട്ട് മാറും എന്നൊരു പ്രതീക്ഷ നമുക്ക് തോന്നും. പക്ഷേ വേലായുധം പിള്ളയുടെ ബാക്ക് സ്റ്റോറിയൊക്കെ വരുമ്പോഴേക്കും സിനിമ കൂടുതൽ പഴഞ്ചനായിട്ട് മാറുകയാണ്. ഈ സിനിമയിൽ പാരലായിട്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ഉദ്വേഗജനകമായ രീതിയിൽ തിരക്കഥയിൽ പ്ലേസ് ചെയ്യാൻ ഇതിൻ്റെ രചയിതാവായിട്ടുള്ള വി കൃഷ്ണമൂർത്തിക്ക് സാധിക്കുന്നില്ല. തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും ഞാൻ പ്രകാശനിലും കാർബണിലും ഒക്കെ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു കൊളാഷ് പോലത്തെ കഥാപാത്രമാണ് ഒരർത്ഥത്തിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ചിട്ടുള്ള ദയ. ആ കഥാപാത്രത്തെ ആ രീതിക്ക് അവതരിപ്പിച്ചത് മോശമായി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സ്വഭാവം കണ്ടിരിക്കാൻ വളരെ രസകരമാണ്. അഥവാ ആരെങ്കിലും ഫഹദ് ഫാസിലിനെ ഈ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പുള്ളിയുടെ സ്മൂത്ത്നെസ് അവരെയൊക്കെ ഞെട്ടിക്കും. കോമഡിയുടെ ഒരു സോണിലേക്ക് പോകുമ്പോൾ ചില മാനറിസങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഭാവിയിൽ ഫഹദ് ഫാസിൽ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് മാറും. ഓർമ്മക്കുറവുള്ള വേലായുധം പിള്ള എന്ന കഥാപാത്രം ചെയ്യാൻ വടിവേലു ഒരു പരിധിവരെ വളരെ മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. അനുഭവസമ്പന്നമായ ഒരു ജീവിതം ജീവിച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം എന്തുകൊണ്ടും അതിന് യോജിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തെ നിഷ്കളങ്കത അവിടെ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ ആ കഥാപാത്രത്തെ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് സിനിമ കൊണ്ടുപോകുമ്പോൾ സിനിമയും വടിവേലുവും ഒരേപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഈ സിനിമയിൽ പ്രധാനപ്പെട്ട വേറൊരു കഥാപാത്രത്തെ ചെയ്തിട്ടുള്ളത് വിവേക് പ്രസന്നയാണ്. ദിലീപ് നായകനായ വില്ലാളി വീരൻ എന്ന സിനിമ സംവിധാനം ചെയ്ത സുധീഷ് ശങ്കറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു സംവിധായകന്റെ കയ്യൊപ്പ് പതിയുന്ന രീതിയിൽ സീനുകൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വളരെ ത്രില്ലിംഗ് ആയ രീതിയിലുള്ള രണ്ടാം പകുതിയിലെ പല സീനുകളും വളരെ ക്ലീഷേ രീതിയിലാണ് അദ്ദേഹം സ്റ്റേജ് ചെയ്തിട്ടുള്ളത്. ഫ്ലാഷ് ബാക്ക് ഭാഗങ്ങളിൽ വരുന്ന പല ഇമോഷണൽ സംഗതികളിലും മെലോഡ്രാമയുടെ അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു തിരക്കഥ എഴുതാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാരീസൻ ഒരു റൈറ്റിംഗ് എക്സസൈസ് പോലെ അപ്രോച്ച് ചെയ്യാവുന്ന സിനിമയാണ്. ഏറ്റവും ഉഴപ്പൻ മട്ടിൽ ആർക്കും എഴുതാൻ പറ്റുന്ന പോലെയാണ് ഈ സിനിമയിൽ അവർ രണ്ടാം പകുതി കൊണ്ടുപോയിട്ടുള്ളത്. ഒന്നാം പകുതി കഴിഞ്ഞ് സ്വന്തം ഇമാജിനേഷനിൽ വേറെ ഒരു തരത്തിൽ ക്ലീഷകൾ ബ്രേക്ക് ചെയ്ത് എഴുതി നോക്കിയാൽ നല്ല ഐഡിയകൾക്ക് സാധ്യതയുള്ളൊരു പ്രിമൈസാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്